ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പനീർ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പനീർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തിയിലേക്കാണെങ്കിലും ചോറിലേക്കൊക്കെ ആണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു പനീർ റോസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പനീർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പനീറിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പനീർ 5 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എടുത്തിട്ടുള്ള സവാളയും ക്യാപ്സിക്കം ഒന്ന് ഓയിലിട്ട് വാട്ടിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യൂബ് പോലെയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ഇച്ചിരി വലുപ്പത്തിൽ തന്നെയാണ് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഈ ഓയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് പകർത്താണ്. ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പനീർ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവിടെയും ഓയിൽ എത്തിയോളും. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ പനീർ 2 മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ പനീർ ഫ്രൈ ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പനീർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്താണ് കേട്ടോ. ഞാനിപ്പോൾ ഡീപ്പായിട്ടാണ് പനീർ ഫ്രൈ ചെയ്തിട്ടുള്ളത്, ഷാലോ ഫ്രൈ അല്ല. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഈ സെയിം പാനിൽ തന്നെ ഞാൻ 1 സവാളോളം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നടുമുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം. അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാതും വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വരണം. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക.
അപ്പോൾ പൊടികളെല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ സവാള മിക്സിൻ്റെ എല്ലാതും ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ നല്ലപോലെ അത് ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം ഓയിൽ അത്രയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെയും സവാളയുടെയും ആ പേസ്റ്റിൽ അത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഈ അരപ്പിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. മിക്സിയിലത്തെ എല്ലാ അരപ്പും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം മിക്സിയിൽ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പനീറിൽ ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറും അതിനൊപ്പം തന്നെ വാട്ടി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് യെല്ലോ കളർ ക്യാപ്സിക്കം തന്നെ വേണമെന്നില്ല കേട്ടോ. ഏത് കളറായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ യെല്ലോ കളർ കിട്ടിയപ്പോൾ ഇട്ടു എന്ന് മാത്രം. പച്ച കളറായാലും കുഴപ്പമൊന്നുമില്ല, ഇതിന് റെഡ് കളറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം എല്ലാം ഫ്രൈ ചെയ്തെടുത്തുള്ളതാണ്, എന്നാലും എല്ലാം കൂടി ഇത് മിക്സ് ആക്കി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കസൂരി മെത്തി ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് ഇതുപോലെ തൂവി കൊടുക്കുക കേട്ടോ. ഇതിനൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില തൂവി കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പനീർ റോസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ വൈറ്റ് റൈസിനൊക്കെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പനീർ റോസ്റ്റാണ്. ഞാൻ പനീർ നല്ലപോലെ ഡീപ്പായി ഫ്രൈ ചെയ്തെടുക്കുന്ന കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കുമ്പോൾ. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.